നമ്മൾ ഇതിനകത്ത് പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെല്ലാം, അല്ലെങ്കിൽ പ്രോഡക്റ്റുകളിൽ എന്തെല്ലാം ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് എത്തരത്തിലുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അതിനൊരു മാനദണ്ഡമുണ്ടോ? അതായത് ഞാൻ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്നത് എനിക്ക് 100% ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ക്വാളിറ്റി ഫീൽ ചെയ്യണം. 1. 2, അത്യാവശ്യം ഇത് ജനങ്ങളുടെ ഇടയിൽ കേട്ട ബ്രാൻഡായിരിക്കണം. കാരണം ഒരു പരിചയമില്ലാത്ത ഒരു ബ്രാൻഡിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓർഗനോവേദിക്സ് എന്ന് പറയുന്ന പാലക്കാട്ട് മാനുഫാക്ചർ ചെയ്യണ ഇന്ന് കേരളത്തിലെ എല്ലാ KTDCക്കും സ്പൈസസ് ബോർഡ്, ഈവൻ ബോൾഗാട്ടി പാലസിലൊക്കെ കൊടുക്കണ ഷാമ്പുവും കോസ്മെറ്റിക് സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ കമ്പനി സ്മാർട്ട് വേ ഉണ്ടാവുന്നതിൻ്റെ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ കമ്പനിയാണ്. അവർ എടുത്ത് വിറ്റുകൊണ്ടിരിക്കുന്ന സാധനം അത് ക്വാളിറ്റി ഉണ്ട് 100%. അത് മാത്രമല്ല കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് ലൈസൻസ് സർട്ടിഫിക്കേഷനും അവർക്കുണ്ട് എന്ന് അറിഞ്ഞ്, കാരണം ഇത് ഗവൺമെൻറ് വാങ്ങുന്ന പ്രൊഡക്റ്റാണല്ലോ, KTDC അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പ്രൊഡക്റ്റായിട്ട് അവരെ ടൈപ്പ് ചെയ്ത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ലീഗലി ഒരു സംഭവം ക്ലിയറായി, ദ പ്രൊഡക്റ്റ് ഈസ് ഗുഡ് ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഈ 2 ക്ലിയർ ആയില്ല. പിന്നെ ഇപ്പോൾ എനിക്കതിൽ വേറെ ഒന്നും നോക്കാമല്ലോ. പിന്നെ ആ പ്രൊഡക്റ്റിൻ്റെ MRP ആ കമ്പനി നിശ്ചയിച്ചിട്ട് ആ പ്രൊഡക്റ്റ് അതേ വിലയ്ക്ക് അവർ പല സ്ഥലത്തും വിൽക്കുന്നുണ്ട്. അതേ സാധനം ഞാൻ ഇവിടെയും വിൽക്കാൻ തുടങ്ങി. അതാണ് ജനങ്ങളുടെ ഇടയിൽ വളരെ ഞാൻ ചോദിക്കുന്നത്, മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ശരിക്കും ഇപ്പോൾ ഇൻ്റർനെറ്റ് യുഗമാണെങ്കിൽ പോലും നമ്മൾ സ്മാർട്ട് ഷോപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് ഒരു അഡ്വാൻറ്റേജ് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം? ഈസി ബൈങ് ആണോ? ഈസി ബൈങ് അല്ല, അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്, ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്, പ്രൊഡക്റ്റിനെ കമ്പാരിസൺ ചെയ്യാൻ വളരെ എളുപ്പമായല്ലോ. കൃത്യമായിട്ടും. ഇപ്പോൾ ഞാനൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങി, ഞാൻ തന്നെ മാനുഫാക്ചറായി, ഞാൻ എൻ്റെ തന്നെ പ്രൊഡക്റ്റ് ഇട്ട് വിൽക്കുമ്പോൾ നാളെ ജനങ്ങൾ എന്താ പറയുക, ഇത് ഇയാളുടെ പ്രൊഡക്റ്റ് തന്നെയാണ്, അതുകൊണ്ട് ഇയാൾക്ക് ഇഷ്ടമുള്ള വിലയിട്ട് പറയുമല്ലോ. ഇവിടെ ആ ഒരു സംഭവം ഇല്ലല്ലോ. ഇല്ല. പിന്നുള്ളത് നമ്മുടെ ട്രിഗറിന്റെ ടീഷർട്ട്സ് ആണ്, ടൈമെക്സിന്റെ വാച്ചാണ്. ഇവരൊക്കെ എത്ര കൊല്ലം മുമ്പ് പഴക്കമുള്ള കമ്പനിയാണ്. സ്മാർട്ട് വേ തുടങ്ങിയിട്ട് 2.5-3 കൊല്ലല്ലേ ഉള്ളൂ. പക്ഷേ ട്രിഗർ എത്ര ബിഗ് ഗ്രൂപ്പാണ്. അതുപോലെ ടൈമെക്സ് അമേരിക്കയിൽ നിന്ന് വന്നതാണ്, ഇന്ന് ഇന്ത്യയിൽ ഓൺ മാനുഫാക്ചറിങ്, ഇന്ത്യയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലറാണ് ടൈമെക്സ് വാച്ചസ്. അവരുടെ പ്രൊഡക്റ്റുകളാണ്. ഇവരുടെ ഒന്നും എല്ലാ പ്രൊഡക്റ്റും എനിക്ക് എടുത്ത് ബൾക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വി ആർ ഇൻ എ ഗ്രോയിങ് സ്റ്റേജ്. തീർച്ചയായും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഗ്രോയിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഓരോ പ്രൊഡക്റ്റ്, ഈ 2 പ്രൊഡക്റ്റ് എടുത്ത് പിന്നെ ഞങ്ങൾ ഈ 2 മാസം 3 മാസം കൊണ്ട് പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ ഒരു ശേഖരമായിട്ട് മാറണം. എങ്ങനെയാണ് ഇതൊന്ന് വിഭിന്നമായി നിൽക്കുന്നത്? സ്മാർട്ട് ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം, സ്മാർട്ട് വേയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത് വിഭിന്നമായിരിക്കുന്നത്? ഈ ഇൻഡസ്ട്രിയിൽ മറ്റുള്ള കമ്പനികളിൽ നിന്നും വിഭിന്നമായത്. അതെ. സിംപ്ലി സ്പീഡ്, ക്വാളിറ്റി ആൻഡ് പെർഫെക്ഷൻ ആണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞു, വാട്ട് ഐ സ്പീക്ക് അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്. ആൻഡ് ഐ ഓൾവേസ് ഫുൾഫിൽ ദാറ്റ്. അതിൽ യാതൊരു മാറ്റമില്ല. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഞാൻ കാണുന്നത് അവരൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് അസോസിയേറ്റ് ആയിട്ടല്ല, എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഇതിൻ്റെ ഭംഗി. മനസ്സിലായി. എന്താ വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് ഫീൽ ദാറ്റ് വി ആർ വർക്കിംഗ് ഇൻ ബിസിനസ് ആംഗിളിൽ നിന്ന് മാറി കുറച്ചുകൂടെ കമ്മിറ്റഡ് ആയിട്ടുള്ള കസ്റ്റമറും നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അതിൻ്റെ അടിത്തറയിലുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു? ഇപ്പോൾ നിയമനിർമ്മാണം എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും എല്ലാവിടെയും എല്ലാ പ്രമുഖരായ ആളുകളും ഇതിൻ്റെ ബാക്കിൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഇത് വളരെ വലിയൊരു തൊഴിൽ മേഖലയാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 10,000-4,000 പേർക്ക് ഒരു മൾട്ടി ലെവലിലൂടെ എനിക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. കാരണം ഞാൻ തൊഴിൽ ഇവിടെ കിട്ടാത്തതുകൊണ്ടാണല്ലോ ഞാൻ ഗൾഫിൽ പോകേണ്ടി വന്നത്. തീർച്ചയായിട്ടും. ഇവിടെ അന്ന് ഞാൻ ഓയിൽ ഫീൽഡിൽ പെട്ടത് എൻ്റെ ഒരു ഭാഗ്യം. അതല്ല, ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ജോലി ഇവിടെ ചെയ്യേണ്ട ഒരാളല്ലേ. ഇതേ തന്നെയല്ലേ എൻ്റെ അനിയനും എൻ്റെ നൈബർക്കും. എൻ്റെ നൈബർ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ നൈബർ, ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി കൂടി ഇവിടെ ലീഗലൈസ് ചെയ്ത് വന്ന് അതിന് ഈ പറഞ്ഞ മാതിരി ട്രേഡ് യൂണിയൻസ് വളരെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ അത് എന്തൊക്കെ പറഞ്ഞാലും അവരൊന്നും സല്യൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. കാരണം അവരുടെയൊക്കെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് പുരോഗമന ചിന്ത ശരിക്കും പറഞ്ഞാൽ ഈ ട്രേഡ് യൂണിയൻ രംഗത്തും വന്നു എന്നുള്ളത് വലിയ സത്യമാണ്. കാര്യം തൊട്ടു മുമ്പായിരുന്നെങ്കിൽ എന്തിനേയും കണ്ണടച്ചെതിർക്കുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കുറച്ച് മാറി. അങ്ങനെയല്ല, ഇപ്പോൾ CITU, AITUC, INTUC, BMS, STU എല്ലാറ്റിനും ട്രേഡ് യൂണിയൻ ആക്റ്റീവാണ് ഈ രംഗത്ത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ദേ ക്യാൻ അപ്രോച്ച് ട്രേഡ് യൂണിയൻ ഈസിലി. ശരിയാണ്. അപ്പോൾ അവർക്ക് എന്നെ വിളിക്കാം,
ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതെന്താ ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കാണും. മറിച്ച് നേരത്തെ അങ്ങനെയല്ലല്ലോ, ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം കിട്ടിയാൽ അതിനെങ്ങോട്ട് പിന്നെ പ്രശ്നമാക്കി വലുതാക്കി അതിനെ കൊളാപ്സ് ചെയ്യിപ്പിച്ച് ആർക്കാ ലോസ്? തീർച്ചയായിട്ടും ഇതിൽ നഷ്ടപ്പെടുന്ന ആരാണ്? തൊഴിലാണ് നഷ്ടപ്പെടുന്നത്, ജനങ്ങൾക്ക് തന്നെയാണ് അതിൽ ബുദ്ധിമുട്ട്. അത് ആ ജനത്തിൽ ഞാനും വരും. ഉണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാം ഉൾപ്പെടുന്ന സമൂഹമാണ്, സൊസൈറ്റിയാണല്ലോ. തീർച്ചയായിട്ടും കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പ്രോഡക്റ്റുകൾ വരാൻ പോകുന്നു കേട്ടു. അതായത് ഇപ്പോൾ ഹണി സംബന്ധിച്ച് അതായത് എന്താണത്? അതായത് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ, ഞാൻ ഇതിന്റെ ബാക്കിൽ നടന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏകദേശം 1000 ടണ്ണ് ഹണിയെങ്കിലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ. പക്ഷേ ഇത് വിറ്റഴിക്കാനുള്ളൊരു വിപണന ശൃംഖലയില്ല, അല്ലെങ്കിൽ ഇത് വിറ്റഴിക്കാനുള്ള കസ്റ്റമറെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവയർനെസ് ഇല്ല. പിന്നെ ഹണിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഹണി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ 41 ദിവസം നെല്ലിക്ക ഇട്ട് വെച്ചാൽ നെല്ലിക്കലത്തെ കംപ്ലീറ്റ് സാധനം ഹണി വലിച്ചെടുത്ത് നെല്ലിക്ക വെറൊരു ചണ്ടിയാവും. നെല്ലിക്ക ആക്ച്വലി നെല്ലിക്ക ഡിപ്ഡ് പിന്നെ ഹണി എവിടെ ഇപ്പം അത് വന്നു തുടങ്ങി. കാരണം ഞാൻ തന്നെ ഇത് മനസ്സിലാക്കിയത് ഈ ഹണി എന്ന് പറയുന്ന ഈ ഒരു തേൻ എൻ്റെ ബാക്കിൽ ഒന്ന് പഠനം നടത്തിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായത് നമ്മൾ വളരെ ആയുർവേദ ബേസുള്ള സാധനമാണല്ലോ. അപ്പോൾ ഇതിൽ ഏത് സാധനം ഇട്ടാലും, ഇപ്പോൾ മഞ്ഞൾ ഇട്ടാൽ മഞ്ഞളിൽ കിടക്കുന്ന കുറുക്കുമിനും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഹണി വലിച്ചെടുക്കും. മഞ്ഞൾ ചണ്ടിയും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹണി വിത്ത് കുറുക്കുമിൻ. അപ്പോൾ അത് ശരീരത്തിന് നല്ല സാധനമാണല്ലോ. ഏത് വിറ്റാമിനും അത് വലിച്ചെടുക്കുമെങ്കിൽ വിറ്റാമിൻ മാത്രമായിട്ട് ഹണി കൂടെ കിട്ടണം. അപ്പോൾ ഈ ഹണി എന്ന് പറയുന്ന ഇത് നമ്മൾ ഈ മലയോര കർഷകരുടെ കയ്യിൽ നിന്ന് സംസാരിച്ച് അവർ ഓൾറെഡി ഖാദി ബോർഡിലും കേരള ഗവൺമെൻറ്റിൻ്റെ പല ലൈസൻസ് സർട്ടിഫിക്കേഷൻസും ഒക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ സ്മാർട്ട് വേയിലൂടെ കേരളത്തിൽ മാത്രമല്ല ഈ ഹണി ഓൾ ഇന്ത്യയിൽ വിൽക്കണം. നേരത്തെ ഇൽബാൻ റെമഡീസ്, ഓർഗനോവേദിക്സ് കേരളത്തിൽ കോസ്മെറ്റിക്സ് ഉണ്ടാക്കുന്നത് ഞാൻ കേരള ഗവൺമെൻറ് ടാക്സ് കൊടുത്ത് ഇന്ത്യ മുഴുക്ക വെക്കണം എന്നാണ്. അതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വരുന്ന എല്ലാ കമ്പനികളും അങ്ങനെയല്ല. നോർത്തിൽ നിന്നുള്ള പല കമ്പനികളും അവരുടെ പ്രൊഡക്റ്റ് ഇവിടെ വിറ്റഴിക്കണ ഒരു പരിപാടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദം അല്ലെങ്കിൽ കേരളത്തിൻ്റെ അമൂല്യം എന്നല്ലേ പറയാം മലയാളത്തിൽ, അമൂല്യമായിട്ടുള്ള ഒരു സംഭവമാണ് തേന്. അതുപോലെ നാച്ചുറൽ 100% പ്യുവറായിട്ടുള്ള തേന് ഇതുപോലുള്ള നമുക്ക് ഇന്ത്യ മുഴുക്കെ സെല് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ല, അതിൽ മാത്രമല്ല, അതിൽ ഈ ഒരു ഇന്നോവേഷൻ നമുക്ക് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേനിലേക്ക് അപ്ലൈ ചെയ്യുന്ന മെഡിസിൻ കുറച്ച് ദിവസത്തിനുള്ളിൽ തേനിന്റെ ഭാഗമായിട്ട് മാറും. എക്സാക്ട്ലി. രണ്ട്, തേന് നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് ഇൻടേക്ക് ചെയ്യാനും പറ്റും. വേണമെങ്കിൽ കുട്ടികൾക്കും ഒക്കെ അല്ലേ പിന്നെ എടുക്കാൻ പറ്റും. എന്നാൽ അതിൽ ആ മെഡിസിനൽ വാല്യൂസ് അതിനകത്ത് ഉണ്ടാവും. ആ വിറ്റാമിൻസ് അവരുടെ വിറ്റാമിൻ സി, ഇപ്പം നെല്ലിക്കാണെങ്കിൽ മഞ്ഞള്, പിന്നെ അതുപോലെ തന്നെ വേരിയേഷൻസ് ആണ് ഇനി കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതായത് തേനീസ് ബേസ്, അതിൽ പല ഇൻഗ്രീഡിയൻസ് ഉള്ള ഡിഫറെൻറ്റ് മെഡിസിനൽ വാല്യൂ ഉള്ള തേന്. പച്ച അരിമുളക് നമ്മൾ പറയില്ലേ, ഇംഗ്ലീഷ് എന്താ പറയുന്നത് എനിക്കറിയാം. അരിമുളക്, ചെറിയ മുളക്, ഗ്രീൻ ചില്ലി, സ്മോൾ ചില്ലി, അത് നമ്മൾ തേനിലിട്ടിട്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് അത് നല്ലതാണ്. അപ്പം അങ്ങനെ നെല്ലിക്കിടുമ്പോൾ വിറ്റാമിൻ സി, മഞ്ഞൾ ഇടുമ്പോൾ അതിന് കുർക്കുമിൻ അങ്ങനത്തെ. അപ്പോൾ ഇതൊരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് വരുവാണോ? ഇത് ഓൾറെഡി എന്നുള്ള ബേസിൽ നിന്ന് മാറിയിട്ട് ഇതൊരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും കൊണ്ടുവരില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം, ആ വ്യക്തി ആ സാധനം എന്ത് വിലയ്ക്ക് വിൽക്കണു അതേ വിലയ്ക്ക് ഞാൻ ഇവിടെ വെക്കും. എൻ്റെ ബേസ് എത്തിക്സ് ഞാൻ വിടില്ല. മനസ്സിലായി. അപ്പം ആ വ്യക്തി ഇത് ഖാദി ബോർഡിലും കേരളത്തിലെ പല കടകളിലും വെക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ അവിടെ എന്ത് വിലയ്ക്ക് വിൽക്കണു ആ വിലയ്ക്ക് തന്നെയാണ് MRP ഞാൻ വിൽക്കുള്ളൂ. പിന്നെ ഞാൻ ഒരു 10 ടൺ എടുക്കുകയാണ് വിചാരിക്കുക, അല്ലെങ്കിൽ 1 ടൺ എടുക്കുകയാണ് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഖാദിക്ക് നിങ്ങൾ 200 രൂപയ്ക്കാണ് 300 രൂപയുടെ സാധനം കൊടുക്കണമെങ്കിൽ എനിക്ക് നിങ്ങൾ 100 രൂപയ്ക്ക് തരണം. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലുള്ള പുതിയ പുതിയ സ്വപ്നങ്ങൾ എന്താണ്? പുതിയ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നടക്കുന്നു, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും ട്രാവൽ സംഭവങ്ങൾ, അങ്ങനെ പല പല മേഖലകളിലൂടെ കടന്നു വരികയാണ്. മനസ്സിലുള്ള വേറൊരു വിഷൻ എന്താണ്? ഇതല്ലാതൊരു വിഷൻ ഇതല്ലാതൊരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ ഈ SW വാലറ്റും ഈ ഓൺലൈൻ ഷോപ്പും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഇന്ത്യയിൽ മാക്സിമം ജനങ്ങൾക്ക് ഒരു ഉപകാരം എന്നെക്കൊണ്ട് കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഈ പ്രൊജക്റ്റെല്ലാം വളരെ ഭംഗിയായി നല്ല രീതിയിൽ പോയതിന് ശേഷം മാത്രമേ ഞാൻ അടുത്തൊരു പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. മുഴുവൻ ഫോക്കസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിട്ടിരിക്കും. 100% ഇതിലാണ് ഫോക്കസ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2020 നമ്മൾ ഇനി അടുത്ത പ്രൊജക്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇൻ ബിറ്റ്വീൻ ഇഫ് ഐ എം ഗെറ്റിംഗ് വെരി ഗുഡ് പ്രൊജക്ട്സ്, ഡെഫിനറ്റ്ലി ഐ വിൽ ലുക്ക് ഇൻ ടു ദാറ്റ്. ശരി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പിന്നെ എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി വരിക എന്ന് അറിയില്ല. ശരിക്കും ഞാൻ പല ആൾക്കാരുമായിട്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ ശരിക്കും ബിസിനസ് പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ആൾക്കാർ പ്യുവർലി ആ ബിസിനസ് ആംഗിളിൽ തന്നെയാണ് അവരുടെ ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ തമ്മിൽ ശരിക്കും സംസാരിക്കുമ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബിസിനസ് എന്നുള്ളതിന് ഉപരിയായിട്ട് ഒരു സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി, അതുകൂടാതെ തന്നെ ഇന്നോവേറ്റീവായിട്ടുള്ള പല ഐഡിയാസ് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ശരിക്കും ഇതൊരു ദീർഘദർശനമുള്ള വരാൻ പോകുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ വരുന്ന സൊസൈറ്റിയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള പര്യാപ്തമായിട്ടുള്ളൊരു ഏരിയയിലൂടെയാണ് വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ മലയാളി സമൂഹം അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ സംഭവങ്ങളും ഇപ്പോൾ പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ഗാന്ധിജി പിന്നെ സ്വാതന്ത്ര്യ സമരം നയിച്ച് അന്ന് ബ്രിട്ടീഷുകാർ അത് ആക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കുറെ കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ അത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റാണ് അയാൾ പറയണത്. ഇന്ത്യ രാജ്യം ഇയാൾക്കും ഇവിടെ ജനിച്ച ആൾക്കാർക്കുള്ളതാണ് പറഞ്ഞുകൊണ്ടല്ലോ അവർ പോയത്. എന്ന മാതിരി ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. നിങ്ങളുടെ വീട്ടിന് ചുറ്റും ഒരു 10 കുട്ടികളെ എടുക്കാം നമുക്ക്. അതിലൊരു കുട്ടി ഫുൾ ടൈം അവൻ്റെ ജോലിയും ജീവിതവും, അവൻ്റെ വീട്, അവൻ ചെറിയ വീടായിരുന്നു, പിന്നെ വലിയ വീടാക്കണം, അവൻ വണ്ടി വാങ്ങണം, അവന് വേറെ ഈ ലോകത്ത് നടക്കുന്ന ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ അവന് സമയമില്ല. മാത്രമല്ല സൊസൈറ്റി ആയിട്ടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. പക്ഷേ അവന് കമ്മിറ്റ്മെന്റ് വരുന്ന എപ്പോഴറിയോ, അവൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരുത്തിന് പെട്ടെന്ന് ഒരു രൂപയുടെ ആവശ്യം വന്നു. അപ്പോൾ ഇവ നേരെ കൊണ്ട് അവന് പൈസ കൊടുക്കുകയാണ്. അപ്പോഴാണ് അറിയണത് ഇന്ന വ്യക്തി ഇന്നതാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ വ്യക്തിക്ക് പൈസ കൊടുക്കാൻ പറ്റി. ഓക്കെ, അത് ഇൻഡസ്ട്രിയുടെ ഒരു ഗുണമല്ലേ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള കുറേ വ്യക്തികളെ സൃഷ്ടിച്ചാൽ സമൂഹം നന്നായില്ലേ? തീർച്ചയായിട്ടും. പിന്നെ അവർ ഓട്ടോമാറ്റിക്കലി ചാരിറ്റി ചെയ്യും. ഫസ്റ്റ് മനുഷ്യന് വേണ്ടത് പാർപ്പിടം, ഭക്ഷണം, എഡ്യൂക്കേഷൻ, ഇതൊക്കെ. പിന്നെ ഒരു ഫിനാൻഷ്യലി നമ്മൾ സെക്യൂറായി തോന്നുമ്പോഴാണ് പല ആൾക്കാരും ചാരിറ്റി ചെയ്ത് തുടങ്ങുക. ആണ്. എനിക്കൊരു ചെറിയ കാര്യം കൂടി, ഇപ്പം ഓൺലൈൻ ഷോപ്പീസിൻ്റെ കാര്യം ഞാൻ പറയുവാണ്. അതിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു കൂടുതൽ ഡ്രൈവ് ചെയ്ത് വരുന്നത് യങ്സ്റ്റേഴ്സ് ആണോ അതോ വയസ്സായ ആൾക്കാരുണ്ടോ? തൊഴിൽ കിട്ടേണ്ട ആൾക്കാരാണ് ഇതിൻ്റെ പിന്നാലെ ഏറ്റവും കൂടുതൽ വരുന്നത്. ഏറ്റവും കൂടുതൽ ജോലി വേണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗൾഫ് മേഖലയിലാണെങ്കിലും പിന്നെ ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് ഈ തൊഴിൽ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നതും, കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകണു, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകണം. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് പിന്നെ ഈ ഒരു തൊഴിലിലൂടെ ജീവിക്കാൻ പറ്റും എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും. ഇന്ത്യയിൽ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തം കുടുംബവുമായി ചേർന്ന് തന്നെ അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഏതായാലും ഒരു മികച്ച ആശയമാണ്. ഒരു വലിയൊരു സമൂഹത്തിന് താങ്കളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആശയങ്ങളും ഗുണപ്പെടുന്നു എന്നറിയാൻ കഴിയുന്നത് തന്നെ വലിയൊരു സന്തോഷം. പരിചയപ്പെട്ടതിലും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്.